ലോകേഷ് യൂണിവേഴ്സും കൊണ്ടൽ സിനിമയുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾ തമ്മിൽ കണ്ട സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതാകാം. അപ്പൊ അത് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ കൊണ്ടൽ സിനിമ ഒരു നല്ല സിനിമയാണ്, എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയുന്നില്ല. ഏതായാലും ഒരു തവണ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഓണത്തിന് റിലീസ് ആയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് കൊണ്ടലല്ല. ആദ്യത്തെ ഫേവറേറ്റ് കിഷ്കിന്ദ കാണ്ഡമാണ്, അതിനുശേഷമാണ് ARM, അതിനുശേഷമാണ് കൊണ്ടൽ. ആ രീതിയിലാണ് ഞാൻ ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം പെപ്പെ ഒരു ആക്ഷൻ ഹീറോ നായകനാണ്. അദ്ദേഹത്തിന്റെ ഇടിയൊക്കെ എന്ന് പറയുന്നത് കിൻഡൽ പഞ്ചായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഇടിപ്പടം കാണാനാണ് പോകുന്നത്. പക്ഷെ ഈ സിനിമയിൽ സംവിധായകൻ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൈത്തി സിനിമയിൽ, അതായത് ലോകേഷ് കനകരാജിന്റെ സിനിമയാണ് കൈത്തി. അതിൽ കാർത്തി വളരെ ഇമോഷണൽ ആയിട്ട് തന്റെ ഡയലോഗ് കൊണ്ട് തന്നെ തന്റെ ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അതായത് ഫ്ലാഷ് ബാക്ക് ഡയലോഗ് കൊണ്ട് ഇമോഷണൽ ആയിട്ട് പറഞ്ഞ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതേ ഒരു പക്ക സീന് ഇതില് ആന്റണി പെപ്പെ ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യം പറയാലോ ബോറായിട്ടുണ്ട്. അത് പെപ്പയുടെ സിനിമ കാണുന്ന സമയത്ത് തിയേറ്ററിൽ പെപ്പെ ആരാധകർക്ക് പോലും അരോചകമായിട്ടുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്തതാണ്. അതുവരെ കൈയടിച്ച ആൾക്കാർ പോലും ചിരിച്ച് സംസാരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലേക്കാണ് ആ ഒരു സീന് പോയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് ഡയലോഗ് കൊണ്ടല്ല, അത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാമായിരുന്നു. കാരണം അത് വളരെ പാടാണ്. കാരണം അതിൽ എഴുതിയിട്ടുള്ള ഡയലോഗ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഏതായാലും കാർത്തി കൈത്തിയിൽ കാണിച്ചു വെച്ചിട്ടുള്ളത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അവിടെ ഇമോഷണലി ആ ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്ത് നമുക്കൊക്കെ കണക്ട് ആയിട്ടുണ്ട്, ഇമോഷണൽ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതേ രീതിയിൽ പെപ്പെ പറയുന്ന സമയത്ത് നമുക്ക് അത് വർക്ക് ആകാത്തതിന്റെ ഒരു അരോചകമാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും സിനിമയിൽ പെപ്പയുടെ ആക്ഷൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ രാജ്വി ഷെട്ടിയുടെ ഫൈറ്റും അടിപൊളിയായിട്ടുണ്ട്. പെപ്പെ മാത്രമല്ല, രാജ്വി ഷെട്ടിയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമകൾ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.